അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഷാർജയിലെ ബുഹൈറ കോർണിഷിലാണ്. കോർണിഷ് എന്ന് പറഞ്ഞാൽ കടപ്പുറം, പക്ഷേ ഇവിടെ തിരമാലകളില്ലാത്ത കടലുള്ളത്. ഞാൻ കാണിച്ചു തരാം. രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത്. എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതാണ് ആ കടൽ. ഇത് ഒരുപാട് ദൂരത്തേക്കുണ്ട്. ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ആയിട്ടാണുള്ളത്. ഈ കോർണിഷിൻ്റെ സൈഡിൽ ചെറിയ പച്ച പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു പാർക്ക് പോലെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടും അതുപോലെ സുഹൃത്തുക്കളായിട്ടും വന്നിട്ട് സമയം ചെലവഴിക്കാനുള്ള, നല്ല കാറ്റ് കൊണ്ടിരിക്കാനുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ദൂരേക്ക്, ആ തല മുതൽ കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ ഒരു റൗണ്ടായിട്ടാണുള്ളത്. മൊത്തം ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളും ഒക്കെ ഉണ്ട്. ബോട്ടുകൾ പോകുന്നുണ്ട് വെള്ളത്തിലൂടെ. അതുപോലെ അതവിടെ ഒരു പള്ളി കാണുന്നില്ലേ, അത് ഷാർജയിൽ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. മസ്ജിദുൻ നൂർ എന്നാണ് അതിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ വർഷത്തിൽ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ വരാറുണ്ട്. അതിന് മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും ആ പള്ളി. അത് കാണാൻ വലിയൊരു ഭംഗിയാണ്. അത് ലൈറ്റുകൾ പള്ളിയിലേക്ക് കൊളുത്തിയിടുക അങ്ങനെയല്ല, പുറത്തു നിന്നും ആ പള്ളി ഫോക്കസ് ചെയ്ത് ലൈറ്റ് അടിക്കലാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഇവിടെ കരിമരുന്ന് പ്രയോഗങ്ങൾ ചെയ്യുന്നത് ഈ കടലിൽ നിന്നാണ്. ഈ കടലിൻ്റെ നടുവിൽ നിന്നാണ് ആ കരിമരുന്ന് പ്രയോഗങ്ങൾ ചെയ്യുന്നത്. പിന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അവിടെ. വെള്ളം ഇങ്ങനെ പല കളറ് നിറത്തിൽ വെള്ളം പൊന്നുന്നുണ്ടോ. പിന്നെ മലയാള സിനിമ അടക്കം ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഇതെൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്. ഇവിടുന്ന് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ആ നീല ലൈറ്റ് കാണുന്ന ബിൽഡിങ്, അതിന് തൊട്ടപ്പുറത്തൊരു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ എൻ്റെ റൂം. അത്രേ ഉള്ളൂ, 2 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല വേർക്കുന്നുണ്ട്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.